കാട്ടുമൃഗങ്ങൾ വന്ന് മനുഷ്യനെ ഭക്ഷിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും സർക്കാർ എത്രത്തോളം നടപടിയെടുക്കുന്നു എന്നുള്ള വിഷയം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ജനീഷ് കുമാറിനെതിരെ ഫോറസ്റ്റ് ആർഒ അസോസിയേഷന് പോസ്റ്റ് ഇടാൻ കഴിയുകയും ആ പോസ്റ്റിന്മേൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് പറയാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. അതിനർത്ഥം ഭരണാധികാരികൾക്ക് അതിനോടുള്ള സമീപനം തന്നെയാണ് ഇവിടെ സഭയെടുക്കുന്ന സമീപനം. ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിനോടും ഉണ്ടാകാൻ പോകുന്ന കാര്യം എന്താണ് എന്നുള്ളൊരു സൂചനകളായിട്ടാണ് ഇതിനെ കാണേണ്ടത്. വനം വകുപ്പുമായി ബന്ധപ്പെട്ട് പരാതി ഉയർത്തുന്ന ജനപ്രതിനിധികളോട് എന്ത് സമീപനമാണ് എടുക്കുന്നത്? നേരത്തെ പി വി അൻവർ ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചപ്പോൾ പി വി അൻവറിനെ അറസ്റ്റ് ചെയ്യാനെടുത്ത ഒരു നടപടിയുണ്ടല്ലോ. എത്രത്തോളം നാടകീയമായിട്ടായിരുന്നു അറസ്റ്റും വീടിന് മുന്നിൽ പോലീസ് കൂട്ടം വന്ന് നിൽക്കുകയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി വേടൻ്റെ കേസ്, നേരത്തെ ശ്രീ ആൻഡോ പറഞ്ഞ പോലെ വേടൻ്റെ കേസിൽ എത്ര വേഗത്തിലാണ് ഒരു പുലിപ്പല്ല് കണ്ടപ്പോഴേക്കും കാണിച്ചൊരു വേഗം, അത് മറ്റു പ്രമുഖർക്കും പുലിപ്പല്ലിൻ്റെ മാലയുണ്ടെന്ന് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് പിന്നാക്കം പോയ സാഹചര്യം ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് സമീപനത്തിൻ്റെ പ്രശ്നമാണ്. ഈ സമീപനം മാറ്റിയില്ലെങ്കിൽ സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വീഴ്ചകളുടെ വനംവകുപ്പ് എന്ന ചോദ്യത്തിൽ വീഴ്ചകളുടെ വനംവകുപ്പ് എന്നുള്ളതല്ല, വീഴ്ചകളുടെ സർക്കാർ എന്ന രൂപത്തിൽ വേണം അതിനെ കാണാൻ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.